രാത്രിയിൽ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും തന്നെ വഷളച്ചിരിയോടെ നോക്കുന്ന വിച്ചുവിനെ ഭദ്ര കാണുന്നുണ്ടായിരുന്നു. അവന്റെ നോട്ടം കൊണ്ടുപോലും തന്റെ ശരീരം ചുവക്കുന്നതും വിറയ്ക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. കഴിക്കുമോനെ? വിച്ചുവിന്റെ അടുത്തിരുന്ന് കഴിക്കുന്ന ശങ്കർ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. ഏ ആ കഴിക്കണച്ചാ. ഭദ്രയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന വിച്ചു പെട്ടെന്ന് ശങ്കറിനോട് ചിരിയോടെ പറഞ്ഞു. പക്ഷേ കാർത്തികയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട്. അവർ കുറച്ചു നേരമായി അവന്റെ കാട്ടിക്കൂട്ടൽ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ചിരിക്കണേ? ഭദ്ര സംശയത്തോടെ അവരോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോളെ, അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന്, കാർത്തിക ചിരിയോടെ പറഞ്ഞു. ഭദ്ര വെറുതെ ഒന്ന് തലകുലുക്കിയതേ ഉള്ളൂ. വിച്ചുവിന് ശങ്കറിനെയും കാർത്തികയെയും വലിയ ഇഷ്ടമാണ്. അവർക്ക് രണ്ടുപേർക്കും ഭദ്ര ഒരാൾ മാത്രമുള്ളതുകൊണ്ട് വിച്ചുവിനോട് അവർക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അല്പനേരം നാലാളും ഒരുമിച്ചിരുന്ന് സംസാരം തന്നെയായിരുന്നു. മതി മതി, സമയം ഒരുപാടായി, മക്കൾ പോയി കിടക്കാൻ നോക്ക്, കാർത്തിക സ്നേഹത്തോടെ വിച്ചുവിനോട് പറഞ്ഞു. വിച്ചു ഒരു ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ് അമ്മ, അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശങ്കറും കാർത്തികയും പുഞ്ചിരിയോടെ അവനും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഭദ്രയെ ഒന്ന് നോക്കി റൂമിലേക്ക് നടന്നു. വിച്ചു ഭദ്രയെ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനും റൂമിലേക്ക് നടന്നു. ഭദ്രയ്ക്ക് ആകെ ഒരു വെപ്രാളം തോന്നി. അച്ഛാ, അവൾ വാതിലടയ്ക്കാൻ തുടങ്ങിയ ശങ്കറിനെ പെട്ടെന്ന് വിളിച്ചു. റൂമിലേക്ക് കയറാൻ നിന്ന വിച്ചു എന്താ എന്ന പോലെ അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട്. എന്താ മോളെ? ശങ്കറും കാർത്തികയും അവളെ സംശയത്തോടെ നോക്കി. അത് അത് ഞാനിന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കിടന്നോട്ടെ? അവൾ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവരോട് ചോദിച്ചു. വിച്ചു അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ അവനെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കിക്കൊണ്ട് വീണ്ടും അച്ഛനെയും അമ്മയെയും നോക്കി. അതിനെന്താ, മോളിവിടെ കിടന്നോ അല്ലേ കാത്തു? അയാൾ ചിരിയോടെ കാർത്തികയോട് ചോദിച്ചു. കാർത്തിക വിച്ചുവിനെയാണ് നോക്കിയത്. അവർ നോക്കുന്നത് കണ്ടതും അവൻ അവരെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് ഭദ്രയുടെ റൂമിലേക്ക് കയറിപ്പോയി. കാർത്തികയ്ക്ക് പാവം തോന്നി. അവർ ഭദ്രയെ തുറിച്ചു നോക്കി. പക്ഷേ അവൾ അവരെ നോക്കിയൊന്ന് ഇളിച്ചുകൊണ്ട് പെട്ടെന്ന് അച്ഛനെയും അമ്മയും തട്ടിമാറ്റി അകത്തേക്ക് കയറി. കാർത്തിക ശങ്കറിനെ നോക്കിക്കൊണ്ട് അവളുടെ ഇടതുവശത്ത് വന്നു കിടന്നു. ഡോറടച്ച് ശങ്കർ ഭദ്രയുടെ ഇപ്പുറത്തെ വശത്തും വന്നു കിടന്നു. അവളൊരു ചിരിയോടെ അവരുടെ രണ്ടുപേരുടെയും കൈയെടുത്ത് അവളുടെ വയറിൽ ചുറ്റിപ്പിടിപ്പിച്ചു. കാർത്തികയും ശങ്കറും ഒന്ന് പുഞ്ചിരിച്ചു. മോളെ, വിഷ്ണു ഇന്ന് അവിടെ തനിച്ച് കിടക്കണ്ടേ? നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അവനെ ഒറ്റയ്ക്ക് കിടത്തുന്നത് എങ്ങനെയാ? കാർത്തിക വിഷമത്തോടെ ചോദിച്ചു. ഭദ്ര അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വിച്ചേട്ടന് കുഴപ്പമൊന്നുമില്ല അമ്മേ, എൻ്റെ സന്തോഷമാണ് വിച്ചേട്ടൻ്റെയും, അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ പിന്നീട് കാർത്തിക ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അവൻ്റെ മുഖഭാവം അവർ കണ്ടതാണ്. അവരൊന്ന് നിശ്വസിച്ചു. ഈ പെണ്ണിൻ്റെ കുറുമ്പോണ്ട് ആ ചെക്കൻ പെട്ടല്ലോ, അവർ ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. അവൾ അച്ഛനോടും അമ്മയോടും ഒരുപാട് സംസാരിച്ചു. ഭദ്ര വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി അവർക്കടുത്ത് വന്ന് കിടന്ന സന്തോഷത്തിലായിരുന്നു കാർത്തികയും ശങ്കറും. വിവാഹത്തിനു മുന്നേ അവൾ മിക്ക ദിവസങ്ങളിലും അവർക്കൊപ്പം തന്നെയാണ് കിടന്നിട്ടുള്ളത്. ശങ്കറും ഭദ്രയും ഉറങ്ങിയിട്ടും ഭദ്രയ്ക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. എന്നും അടുത്തറിയാറുള്ള അവൻ്റെ ചൂടില്ലാതെ തനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ ശങ്കറിനെയും കാർത്തികയെയും ഒന്ന് നോക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ പതിയെ അവരുടെ അടുത്തു നിന്നും ഇറങ്ങി ഡോർ തുറന്ന് പുറത്തേക്ക് ചാരി അവളുടെ റൂമിലേക്ക് നടന്നു. കാർത്തിക കണ്ണു തുറന്നു. പതിയെ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഭദ്ര അവളുടെ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഇട്ടു. വിച്ചു ബെഡിൽ കണ്ണിന് കുറുകെ ഒരു കൈ വെച്ച് മലർന്നു കിടക്കുന്നുണ്ട്. ഭദ്ര അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ അവനരികിലേക്ക് കിടന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അല്പനേരം അവൾ അങ്ങനെ തന്നെ കിടന്നു. പക്ഷേ അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നില്ല. പതിയെ അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിച്ചേട്ടാ, എനിക്കറിയാട്ടോ വിച്ചേട്ട ഉറങ്ങിക്കാണില്ല എന്ന്, പിന്നെ എന്തിനാ അഭിനയിക്കണേ? അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പരിഭവത്തോടെ അവൻ്റെ കണ്ണിനെ മറച്ചു പിടിച്ചിരുന്ന കൈകൾ എടുത്തു മാറ്റി. വിച്ചു കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കിക്കിടക്കുകയാണ്. വിച്ചേട്ടാ! അവൻ തന്നെ നോക്കാത്തത് കണ്ട് അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ കടന്നാൽ പോരായിരുന്നോ? അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്ര കുറുമ്പോടെ അവനെ നോക്കി. എനിക്കെൻ്റെ വിച്ചേട്ടൻ്റെ ചൂടില്ലാതെ ഉറങ്ങാൻ പറ്റില്ല, അതാ, അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു. വിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവനത് മറച്ചു വെച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. പിന്നെന്തിനാ അവരുടെ ഒപ്പം പോയി കിടന്നത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. വിച്ചുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചുപോയി. പക്ഷേ അവൻ അവളെ ചേർത്തു പിടിച്ചില്ല. കുറേ ആയല്ലേ വെച്ചേട്ടാ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടന്നിട്ട്, അതുകൊണ്ടാ. പിന്നെ പിന്നെ വിച്ചേട്ടൻ്റെ നോട്ടം കൂടി ആയപ്പോൾ ഞാൻ, സോറി. എൻ്റെ വിച്ചേട്ടന് സങ്കടമായെങ്കിൽ
100 വട്ടം സോറി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. വിച്ചു ഒന്ന് ചിരിച്ചു. സങ്കടമൊന്നായില്ല ഭദ്രേ, എന്നാലും നീയില്ലാതെ നിന്നെ കെട്ടിപ്പിടിക്കാതൊക്കെ ഞാനെങ്ങനെ ഉറങ്ങുന്നൊക്കെ ചിന്തിച്ചു പോയി. ഇത്ര നേരമായിട്ടും എനിക്ക് ഉറക്കം വന്നില്ല, അവൻ ചിരിയോടെ പറഞ്ഞു. എനിക്കും എൻ്റെ വിച്ചേട്ടൻ അടുത്തില്ലാതെ ഉറക്കം വരുന്നില്ല, അതാ ഞാൻ ഓടി വന്നത്, അവൾ കുറുമ്പോടെ പറഞ്ഞപ്പോൾ അവൻ അവളുടെ കവിളിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ഭദ്ര ചിരിച്ചു. എന്നുറങ്ങാം ഭദ്രേ, നേരം കുറേ ആയില്ലേ, അവൻ നിഷ്കളങ്കതയോടെ പറഞ്ഞുകൊണ്ട് അവളെ ഇടങ്ങണ്ണിട്ട് നോക്കി. ഭദ്ര മുഖം വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ട് അവന് ചിരിയാണ് വന്നത്. അങ്ങോട്ട് നീങ്ങിക്കിടന്നോ ഭദ്രേ, എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്, അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ ശരീരത്തിൽ നിന്നും അകത്തി മാറ്റാൻ ശ്രമിച്ചു. ഉറങ്ങണ്ട, അവൾ പതിയെ പറഞ്ഞു. അതെന്താ ഭദ്രേ? അവനിൽ കുറുമ്പ്. അവൻ്റെ ശബ്ദത്തിലെ കുറുമ്പ് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അവൻ തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. എന്നുറങ്ങിക്കോ, ഞാൻ ഉറങ്ങാൻ പോവാ, അവൾ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നു. അവൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് ചേർന്ന് കിടന്നു. വിച്ചേട്ടാ, അടങ്ങിക്കിടന്നേ, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയരുന്നത് അവൾ അറിഞ്ഞു. ഭദ്ര ഞെട്ടലോടെ അവന് നേരെ തിരിയുമ്പോഴേക്കും അവൻ അവളുടെ ടോപ്പ് തലവഴി ഊരി നിലത്തേക്ക് എറിഞ്ഞിരുന്നു. ഭദ്രയുടെ കണ്ണ് മിഴിഞ്ഞു. ഭദ്ര അവൻ്റെ മുഖത്തേക്ക് പകപ്പോടെ നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം അവളുടെ ശരീരത്തിലാണ്. വിച്ചേട്ടാ, അവൻ്റെ നോട്ടം കണ്ട് അവൾ വിറയലോടെ അവനെ വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഭദ്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വിച്ചേട്ടാ, ആർദ്രമായ ശബ്ദത്തിൽ അവൾ വിളിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ എടുത്തോട്ടെ എൻ്റെ ഭദ്രേ, വിച്ചേട്ടനെ നിന്നെ സ്നേഹിക്കാൻ കൊതിയായിട്ടാ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. അവളുടെ മുഖം ചുവക്കുന്നത് അവൻ വ്യക്തമായി കണ്ടു. അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. അവൻ അവൾക്ക് അടുത്തേക്ക് കിടന്ന് ഒന്ന് ഉയർന്നുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടമർത്തി. അവളുടെ മൂക്കിലൊന്ന് നുകർന്നുകൊണ്ട് അവൻ പതിയെ അവളുടെ ചുണ്ടിലേക്കൊന്ന് നോക്കി. വിച്ചേട്ടാ, ഭദ്രയുടെ ശബ്ദം പതിഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ പ്രണയത്തോടെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു. ഭദ്രയുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ അമർന്നു. വിച്ചു അവളുടെ ഇരു ചുണ്ടുകളെയും ഒരുമിച്ച് പതിയെ നുണയാൻ തുടങ്ങി. ഭദ്രയുടെ കൈകൾ വിറയലോടെ അവൻ്റെ തലമുടിയിൽ നിന്നും അവൻ്റെ പുറത്തമർന്നു. ഭദ്ര അവൻ്റെ കീഴ്ചുണ്ടിനെ കടിച്ചെടുത്തു. വിച്ചു ഒന്ന് മൂളി. അവൻ്റെ കൈകൾ അവളുടെ മാറിലമർന്നു. അവൾ ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങിപ്പോയി. രണ്ടുപേരിലും പ്രണയത്തിനു മുകളിൽ കാമം നിറയുന്നത് ഇരുവരും അറിയുന്നുണ്ടായിരുന്നു. പരസ്പരം നാവുകൾ കെട്ടുപിണഞ്ഞു. വിച്ചു മൂളി. അടിവയറിൽ നിന്നും ഒരു തരിപ്പ് ശരീരമൊന്നാകെ വ്യാപിക്കുന്നത് ഭദ്ര അറിയുന്നുണ്ടായിരുന്നു. അല്പനേരം കഴിഞ്ഞതും ഇരുവരും കിതപ്പോടെ അകന്നു മാറി. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ആകമാനം അലഞ്ഞു നടന്ന് പതിയെ അവൻ താഴ്ന്നു വന്ന് അവളുടെ മാറിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. വിച്ചു, അവൾ വികാരത്താൽ അവനെ വിളിച്ചു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ കണ്ണടച്ച് കിടക്കുകയാണ്. അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട്. വിച്ചു, അവൾ അവനെ വിളിച്ചുകൊണ്ട് പുലമ്പി. അവന് ചിരി വന്നു. അവളുടെ വിച്ചു എന്ന വിളി തന്നെ കൊല്ലാതെ കൊല്ലുന്നത് അവൻ അറിഞ്ഞു. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നിരുന്ന് അവളെ ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. അവളുടെ മാറിനെ മറച്ചിരുന്ന ഇന്നറിൻ്റെ ഹുക്ക് അഴിച്ചുമാറ്റി. ഭദ്ര നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പ്രണയത്തോടെ അവളുടെ മാറിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ അവളുടെ മടിയിലേക്ക് കിടന്ന് അവളുടെ മാറിനെ ചുംബിച്ചു തുടങ്ങി. വിച്ചേട്ടാ, അവൾ കിതപ്പോടെ പറഞ്ഞു. വിച്ചൊന്ന് വിളിക്കു ഭദ്രേ, അവൻ ആർദ്രമായ സ്വരത്തിൽ പറയുന്നതിനോടൊപ്പം അവൻ്റെ പ്രവൃത്തി തുടർന്നു. വിച്ചു, മതി, അവൾ പുലമ്പി. പതിയെ അവൻ അവളിൽ നിന്നും മുഖം മാറ്റി അവളെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി. ഭദ്ര അവനെ തന്നെ നോക്കിക്കിടന്നു. അവൻ അവൻ്റെ ടീഷർട്ട് തലവഴി ഊരിമാറ്റി. ഭദ്ര ചിരിയോടെ അവനെ നോക്കി. അവനൊന്ന് ഉയർന്നുകൊണ്ട് അവനിലെ മുഴുവൻ വസ്ത്രത്തിൻ്റെയും മറ നീക്കിയതും ഭദ്ര പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി കമഴ്ന്നു കിടന്നു. അവൻ്റെ മുഖം അവളുടെ കാലിലൂടെ മുകളിലേക്ക് അരിച്ചു കയറുന്നതിനോടൊപ്പം അവളുടെ സ്കേർട്ട് അവളിൽ നിന്നും അഴിഞ്ഞു വീണു. ഭദ്ര ഞെട്ടലോടെ നേരെ കിടക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ അതിനനുവദിക്കാതെ അവളുടെ പുറത്ത് കൈകളമർത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറമാകെ ചുംബിക്കുകയും നുണയുകയും ചെയ്തു. അവൻ പെട്ടെന്ന് അവളെ മലർത്തി കിടത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് പകപ്പോടെ നോക്കി. അവളിൽ ആകെ അവൻ്റെ ചുണ്ടും നാവും അലഞ്ഞു നടന്നു. ഭദ്ര പിടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൻ എന്താ എന്ന പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി. വിച്ചേട്ടാ, ലൈറ്റ്
ലൈറ്റ് ഓഫാക്ക്. അവളിൽ പതർച്ച. അവനൊന്ന് പുഞ്ചിരിച്ചു. എന്തിനാ ഭദ്രേ? വിച്ചേട്ടൻ കാണാത്തതായി എൻ്റെ ഭദ്രയുടെ ശരീരത്തിൽ ഇനി എന്താ ഉള്ളത്? അവൻ വശ്യമായി ചോദിച്ചു. അവൾ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിന്നെ ഞാൻ അറിഞ്ഞിട്ട് വർഷങ്ങളായി ഭദ്രേ. എങ്കിലും ഇന്നത്തേതെന്ന പോലെ എനിക്കെല്ലാം ഓർമ്മയുണ്ട് വിച്ചേട്ടാ. അവളുടെ ശബ്ദം വിറച്ചു. നമ്മൾ ഒന്നല്ലേ ഭദ്രേ? അവൻ പ്രണയാതുരമായി ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി. അവനൊരു ചിരിയോടെ അവളെ ബെഡിലേക്ക് കിടത്തി. അവളിൽ നിന്നും ശേഷിക്കുന്ന വസ്ത്രവും അഴിഞ്ഞു വീണു. ഭദ്ര കണ്ണുകൾ ഇറുക്കിയടച്ചു. അവളിൽ വികാരങ്ങൾ കൊടുമ്പിരി കൊണ്ട നിമിഷത്തിൽ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. വിച്ചേട്ടാ, അവൾ വേദനയോടെ വിളിച്ചു. ഇല്ലടാ, ഒന്നുമില്ല, അവൻ കിതപ്പോടെ അവളോട് പറഞ്ഞു. അവൻ പതിയെ അവളിൽ അലിയാൻ തുടങ്ങി. ഭദ്രയുടെ കരച്ചിൽ ശബ്ദം പതിയെ കുറഞ്ഞു വരുന്നതിനോടൊപ്പം അവളിൽ നിന്നും കിതപ്പുകൾ ഉയർന്നു. രണ്ടുപേരുടെയും കിതപ്പോടെയുള്ള സീൽക്കാരം മാത്രം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ഭദ്ര പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്നും അവനെ തള്ളി മാറ്റി. വിച്ചു പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഭദ്രേ, അവൻ പകച്ചുകൊണ്ട് വിളിച്ചു. അവൾ അവനെ കട്ടിലേക്ക് ചേർത്തിരുത്തി പെട്ടെന്ന് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. വിച്ചു ഞെട്ടലോടെ അവളെ നോക്കി. ഭദ്രേ, അവൻ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും അവൾ അവനിൽ അലിയാൻ തുടങ്ങിയിരുന്നു. ഭദ്രേ, അവൻ വല്ലാത്തൊരു ഭാവത്തിൽ വിളിച്ചു. വിച്ചു, അവളും വിളിച്ചു. ഇരുവരും മറ്റേതോ ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ. അല്പനേരം കഴിഞ്ഞതും അവളുടെ ശരീരം ഒന്നാകെ വെട്ടിവിറച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ നഖങ്ങൾ അമർത്തി. അവൾ കിതപ്പോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. ഭദ്രേ, മാറി, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. നീ പറഞ്ഞല്ലേ ഇപ്പോൾ നമ്മൾ മാത്രം മതിയെന്ന്. അവൻ അവളോട് കിതപ്പോടെ ചോദിക്കുന്നുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൾ മാറിയില്ല. അല്പനേരം കഴിഞ്ഞതും അവൻ്റെ ശരീരവും വെട്ടിവിറച്ചു. ഇരുവരും ഒരുപോലെ കിതച്ചുപോയി. അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവളുടെ നഗ്നമായ പുറത്ത് പതിയെ തലോടി കൊടുത്തു. കിതപ്പൊന്നടങ്ങിയതും അവൻ അവളുടെ തലമുടിയിൽ സ്നേഹത്തോടെ തലോടി. ഭദ്രേ, അവൻ വിളിച്ചു. സേഫ് പീരീഡാണ് വിച്ചേട്ടാ, പേടിക്കണ്ട, അവൾ കുറുമ്പോടെ പറഞ്ഞു. വിച്ചുവിൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവൻ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു ഭദ്രേ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. ഐ ലവ് യു ടു വിച്ചേട്ടാ. അവൾ അവൻ്റെ നെഞ്ചിൽ മൃദുവായി ചുംബിച്ചു. അവൻ അവളെ ഒന്നുകൂടി അങ്ങോട്ട് അമർത്തി വെച്ചു. ഭദ്രേ, അവൻ അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് വിളിച്ചു. അവൾ മൂളി. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങല്ലേ പെണ്ണേ, മേല് വേദനിക്കും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നല്ല ക്ഷീണമാണ്. സിന്ദൂരം മുഖത്ത് പടർന്നിരിക്കുന്നു. അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അവൾ തളർച്ചയോടെ പുഞ്ചിരിച്ചു. തളർന്നോ പെണ്ണേ നീ? അവൻ കുറുമ്പോടെ ചോദിച്ചു. വിച്ചേട്ടാ, അവൾ നാണത്തോടെ വിളിച്ചു. അയ്യടി, എന്താ അവളുടെ ഒരു നാണം? ഇത്രയും നേരം എന്നെ പീഡിപ്പിച്ചപ്പോൾ ഈ നാണമൊന്നും ഞാൻ കണ്ടില്ലായിരുന്നല്ലോ, അവൻ അവളോട് കുസൃതിയോടെ പറഞ്ഞു. വിച്ചേട്ടാ, മിണ്ടാതിരുന്നേ. അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിണുങ്ങി. അവൻ അവളുടെ ആ കയ്യിൽ അമർത്തി ചുംബിച്ചു. ഭദ്രെ അവൻ്റെ ചുണ്ടിൽ നിന്നും കൈകൾ മാറ്റിക്കൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. എന്താ ഭദ്രെ, വിച്ചേട്ട സത്യമല്ലേ പറഞ്ഞത്? ഇത്രയും കാലത്തിന് ശേഷം നമുക്കിടയിൽ വീണ്ടും നടന്നൊരു കാര്യമാണ് എന്ന് കരുതി ഇത്രയ്ക്ക് ആക്രാന്തം പാടേണ്ട വേണേ? ഹോ, എന്നെ നീ കൊന്നില്ലാന്നേ ഉള്ളൂ, എൻ്റെ ചാരിത്രം കവർന്നെടുത്ത പീഡക. അവൻ അവളെ വീണ്ടും കളിയാക്കി. പോടാ പട്ടി, ഇനി ഭദ്രയെന്ന് വിളിച്ചു വാ. അവൾ കപട ദേഷ്യത്തോടെ അവനെ നെഞ്ചിലിടിച്ച് പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി ബെഡിലേക്ക് കിടന്ന് ദേഹത്തേക്ക് ബ്ലാങ്കറ്റ് വലിച്ചിട്ടു. വിച്ചു അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്ന് ബ്ലാങ്കറ്റ് ഉയർത്തി. അവനും അതിൽ അവൻ്റെ ശരീരം പൊതിഞ്ഞു. ഭദ്ര അവനെ തിരിഞ്ഞു നോക്കിയില്ല. ഭദ്രകാളി, പിണക്കാണോ? അവൻ അവളുടെ ചെവിക്കരികിൽ വന്ന് കുറുമ്പോടെ ചോദിച്ചു. വിച്ചേട്ടാ, ഒന്ന് മാറിക്കിടന്നേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അവൾ അവനെ നോക്കാതെ ഗൗരവത്തോടെ പറഞ്ഞു. ഉറക്കം വരും ഭദ്രേ, അത്രയ്ക്ക് അധ്വാനിച്ചതല്ലേ, ക്ഷീണം കാണും. അവൻ ചിരിയോടെ അവളുടെ ചെവിയിലൊന്ന് ചുണ്ടമർത്തി. അവൾ നേരെ കിടന്ന് അവനെ തുറച്ചു നോക്കി. ഹായ്, കറക്റ്റ് ഭദ്രകാളി എന്നെ. അവൻ കണ്ണിറുക്കി. ഭദ്രകാളി നിങ്ങളുടെ മറ്റവള്, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ ബ്ലാങ്കറ്റ് വലിച്ചു മാറ്റി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവിടെ അമർത്തി കടിച്ചു. ആ, വിടടി പന്നി, വേദനിക്കുന്നു. അവൻ ഒന്ന് പിടഞ്ഞു. ഭദ്ര മുഖമുയർത്തി അവനെ ചുണ്ടു കൂർപ്പിച്ചു നോക്കി. അവൻ നെഞ്ചുഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. അത് കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി വെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. കളിയാക്കല്ലേ വിച്ചേട്ടാ, എനിക്ക് എന്തോ പോലെ. ഇങ്ങനെ വിച്ചേട്ടൻ അപ്പോൾ തന്നെ എന്നെ കളിയാക്കിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. അവളുടെ ശബ്ദം വിറച്ചുപോയി.
അവൻ അവളുടെ മുഖം അവന് നേരെ പിടിച്ചുയർത്തി. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മല് തോന്നി. കുറച്ചു മുന്നേ താൻ ചെയ്തതൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ താഴ്ന്നു. ഭദ്രേ, അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മൂളി. മുഖത്തേക്ക് നോക്ക്. അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി. നിന്നിലെ ആവേശം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഭദ്രേ. അവൻ്റെ ശബ്ദത്തിൽ ആർദ്രത. വിച്ചേട്ടാ. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. സത്യം, എന്നെ കൊല്ലാതെ കൊല്ലുന്നൊരു ഫീലായിരുന്നത്. അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ അവളോട് പറഞ്ഞു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. രോമങ്ങൾ നിറഞ്ഞ ആ നെഞ്ചിലൂടെ അവൾ വിരലോടിച്ചു. പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലേ വിച്ചേട്ടാ? ജനലിൻ്റെ ഭാഗത്തേക്ക് നോട്ടമെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. കുറേ നേരമായി. നീ അറിഞ്ഞില്ലേ? അവൻ ചോദിച്ചു. അറിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാ തണുക്കണത്. അവൾ അവനിലേക്ക് ഒന്നുകൂടി അമർന്നു കിടന്നു. നല്ല മഴയായിരുന്നു. ഭൂമിയെ നനച്ച് നന്നായി പെയ്തിറങ്ങി മഴ. ഞാൻ നിന്നിലേക്ക് പെയ്തിറങ്ങിയതുപോലെ. അവൻ്റെ ശബ്ദത്തിൽ മറ്റെന്തോ വികാരം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്നു. എൻ്റെ ഭദ്രയ്ക്ക് നാണം തീരെ ചേരുന്നില്ല കേട്ടോ. എനിക്കെൻ്റെ കുറുമ്പി ഭദ്ര ഇഷ്ടം, അവൻ ചിരിയോടെ പറഞ്ഞു. എനിക്ക് നാണമൊന്നുമില്ല. അവൾ മുഖം വീർപ്പിച്ചു. അതെനിക്കറിയാലോ. അതല്ലേ എൻ്റെ മുന്നിൽ നീ ഇപ്പോഴും ഇങ്ങനെ കിടക്കണത്. അവൻ തല ഒന്നുയർത്തി അവളെ ആകെ മൊത്തമൊന്ന് ഒഴിഞ്ഞു നോക്കി. അവളുടെ ശരീരം വിറച്ചുപോയി. അതെന്താ ഭദ്രേ, നീ ആ സമയത്ത് മാത്രം എന്നെ വിച്ചുന്ന് വിളിക്കണത്? അവനിൽ കള്ളച്ചിരി. വിച്ചേട്ടാ. അവൾ ചിണുങ്ങി. പറയടി മുത്തേ. അവൻ അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് എനിക്ക്. വിച്ചേട്ടനത് ഇഷ്ടല്ലേ? പിന്നെന്താ? അവൾ ചിരിയോടെ ചോദിച്ചു. ഇഷ്ടാണ്. അല്ലെങ്കിലും അങ്ങനെയൊക്കെ വികാരത്തിൽ വിളിച്ച ആർക്കാ പെണ്ണെ ഇഷ്ടാവാത്തത്? അവൻ ചിരിയോടെ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു. പ്രാണനായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വിച്ചുവിനും ഭദ്രയ്ക്കുമുള്ളതായിരുന്നു ആ രാത്രി. പരസ്പരം പ്രണയിച്ചും കാമിച്ചും പുലർച്ചെ എപ്പോഴാണ് അവർ ഒന്ന് തളർന്നു മയങ്ങിയത്. അപ്പോഴും അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു, പ്രണയത്തോടെ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മിത്ര നല്ല സന്തോഷത്തിലായിരുന്നു. ഇന്ന് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് ശിവ പറഞ്ഞതിലുള്ള സന്തോഷമാണ് പെണ്ണിന്. തുടരും.